ഖുർആനും ഹദീസും ദീനും കൃത്യമായി പഠിച്ചിട്ട് വേണം ഉന്നതിയിലേക്ക്, ആത്മീയതയിലേക്ക് സാലിക്കായി മാറാൻ. ഇതില്ലാത്ത രീതിയിൽ ആരൊക്കെ ആത്മീയ കളി കളിക്കുന്നോ അവരെ ഇബ്ലീസ് പഴപ്പിച്ചിട്ടേ നിൽക്കൂ. പിന്നെ അറാമുകളൊക്കെ അവർക്ക് ഹലാലാവും. പിന്നെ ഹാർമോണിയം പാടലായിരിക്കും ദിക്റിന്റെ പ്രധാന സംഗതി. കൈ ഇങ്ങനെ കൊട്ടണീന്റെ മസല എന്താണ്? പരിശുദ്ധ ഇസ്ലാം സമ്മതിക്കാത്തൊരു സാധനമാണത്. പക്ഷെ ദിക്റേൽക്ക് മൊത്തം പിന്നെ എങ്ങനെ ആവും? കൊട്ടിപ്പാട്ടായി മാറും, വട്ടപ്പാട്ടായി മാറും. എന്തുകൊണ്ടാ? ഇൽമിലൂടെ വളരാതെ എന്ത് വിപ്ലവം സൃഷ്ടിക്കാൻ ശ്രമിച്ചാലും അത് അബദ്ധത്തിലേക്കാണ് എത്തിച്ചേരുക. ഇന്ന് കാണുന്ന ശൈഖന്മാരിലൊക്കെ നമ്മളത് വല്ലാതെ കാണുന്നുണ്ട്. നിസ്കാരം മുടക്കുന്ന കുറേ ശൈഖന്മാർ. ജീലാനി തങ്ങൾ ജീവിതത്തിൽ 91 വർഷമാണ് ജീവിച്ചത്. ആ ദീർഘമായ പീരീഡിനിടക്ക്, ഒരു നൂറ്റാണ്ടോളം നിൽക്കുന്ന ആ പീരീഡിനിടക്ക് ഒരൊറ്റ വക്ത് നിസ്കാരം ഉപേക്ഷിച്ചതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ടോ? ഇല്ല. അതുകൊണ്ട് ശൈഖായി അജ്മീറിലേക്ക് യാത്ര പോവുക ഒരു സംഘമായിട്ട്. ഒറ്റ വക്ത്, ഒരു മാസം നീണ്ടു നിൽക്കുന്ന യാത്രയിനിടയിൽ ഒരൊറ്റ വക്ത് ഫർദ് നിസ്കരിക്കാതിരിക്കുക. ശൈഖിനെ വല്ലാതൊന്നും ആവാഹിക്കാത്ത ന്യൂ മെമ്പർമാരിങ്ങനെ ഇടക്കൊക്കെ ചോദിക്കും നമുക്ക് നിസ്കരിക്കണ്ടേ എന്ന്. അപ്പൊ ഷെയ്ഖിനെ വല്ലാതെ സ്വാധീനിച്ച ഖലീഫമാരൊക്കെ ആയ ഷെയ്ഖിന്റെ 2ാമനും 3ാമനൊക്കെ ആയിട്ടുള്ള മുരീദ് അവരെ വിളിച്ചിട്ട് പറയും, എന്താ എന്റെ പ്രശ്നം? നിസ്കരിക്കണില്ല എന്നുള്ളതല്ലേ. അതിനെന്താ കുഴപ്പം? ഖബറിൽ മലക്കുകൾ വന്നിട്ട് ചോദ്യം ചോദിക്കും. അപ്പൊ ആദ്യം നിസ്കാരത്തെ ചോദിക്കും എന്നുള്ളതല്ലേ. അപ്പൊ ഐറ്റങ്ങൾ പറയാം, അതെ ആദ്യം നിസ്കാരത്തിനെയുള്ള ചോദിക്കുക. അപ്പം മലക്കുകൾ ചോദിക്കാൻ വരുന്ന സമയത്ത് നമ്മളെ ഷെയ്ഖ് അയാളെ പേരും പറഞ്ഞിട്ട് മൂപ്പരോട് ചോദിക്കാൻ പറഞ്ഞാൽ മതി എന്ന്. ചെറിയ അടി അടിക്കാൻ കരുതിയ മലക്കിന്റെ അടിയോട് കൊണ്ടാലേ എന്തായിരിക്കും എന്ന് ആലോചിച്ച് നോക്കുക. മലക്കുകൾ ചോദ്യം ചോദിക്കാൻ വരുമ്പോ ആ ഷെയ്ഖിന്റെ പേരും പറഞ്ഞിട്ട് മൂപ്പരാളോട് ചോദിക്കാൻ പറഞ്ഞാൽ മതി. അതോടെ മലക്ക് പേടിക്കും, മലക്ക് അവിടുന്ന് പോവും. എന്തേ കാര്യം? ഫഅബ്ദു റബ്ബക ഹത്താ യഅതിയകൽ യഖീൻ. ഉറപ്പ് വരുവോളം അള്ളാഹുവിനെ ആരാധിക്കുക എന്ന് ഖുർആൻ പറയുന്നുണ്ട്. നമ്മളെ ഷെയ്ഖുന ആ കയ്യിൽ ഉറപ്പിട്ടിരിക്കണ്, നിസ്കരിക്കണ്ട എന്നുള്ള ഉറപ്പിട്ടിരിക്കണ്. ഇൽമില്ലെങ്കിൽ ഇബ്ലീസ് പറ്റിച്ചുകൊണ്ടിരിക്കും. പ്രത്യേകിച്ച് നന്നാവാൻ വേണ്ടി സാലിക്കീങ്ങളുടെ മാർഗത്തിൽ കയറുന്നവരെ, ത്വരീഖത്താവട്ടെ ഹഖീഖത്താവട്ടെ, വലിയ ആത്മീയ സംഗതിയാന്ന് പറഞ്ഞ് നടക്കുന്ന ആളുകളൊക്കെ അവകാശപ്പെടുന്ന, ആഗ്രഹിക്കുന്ന ഈ സാധനങ്ങൾ ഏതാവട്ടെ, ശരീഅത്തിനെ പ്രവർത്തിക്കാതെ ഒരാൾക്കും അത് സാധ്യമല്ല. അപ്പൊ നമ്മൾ പഠിക്കേണ്ട കുറെ കാര്യങ്ങളുണ്ട്. മുത്തബഹിറായി ഷെയ്ഖ് ജീലാനി തങ്ങൾ, റിഫായി തങ്ങൾ, ബാക്കിയുള്ള വലിയ വലിയ പണ്ടത്തെ കിതാബുകളൊക്കെ. മുത്തബഹിർ എന്ന് പറഞ്ഞാൽ സമുദ്ര സമാനം വിജ്ഞാനം നേടിയെന്നർത്ഥം. അല്ലാതെ ഫാത്തിഹ ഓതാൻ കഴിയാതെ ഷെയ്ഖാവുക, യാസീൻ ഓതുമ്പോൾ കുറെ തെറ്റ്, എന്നിട്ട് വലിയ തങ്ങളാകുക.